ഇന്നത്തെ ബേബി ഫ്രണ്ട്ലി സദ്യ റെസിപ്പിയാണ് റെസിപ്പി നമ്പർ 8 നേന്ത്രപ്പഴം പായസം. ഒരു നല്ല റൈപ്പായ നേന്ത്രപ്പഴം എടുക്കാം. ഒരുപാട് പഴുക്കാത്തത് എടുക്കണ്ട, നല്ലപോലെ പഴുത്തതും തൊലിയിൽ ചെറിയ ബ്ലാക്ക് സ്പോട്ട്സ് വന്നതൊക്കെ എടുക്കാം. ഞാനിവിടെ കുക്കർ ഇല്ലാത്തത് കൊണ്ട് ഡബിൾ ബോയിലർ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിനുള്ളിൽ മറ്റൊരു പാത്രം വെച്ച് പഴം 3 പീസായി കട്ട് ചെയ്ത് കവർ ചെയ്ത് കുക്ക് ചെയ്യുവാണ്. വെള്ളം പഴത്തിലേക്ക് ഇറങ്ങാതെ തന്നെ സ്റ്റീം കൊണ്ട് ഈ പഴം കുക്കായി കിട്ടും. ഇതിനിടയിൽ നമുക്ക് ആദ്യത്തെ രണ്ടാമത്തെ തേങ്ങാപ്പാൽ തയ്യാറാക്കാം. ചിരകിയ തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് പിഴിഞ്ഞെടുക്കുന്നതാണ് ആദ്യത്തെ കട്ടിയുള്ള തേങ്ങാപ്പാൽ. അതേ തേങ്ങയിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് വീണ്ടും പിഴിഞ്ഞെടുത്താൽ നമുക്ക് രണ്ടാമത്തെ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ കിട്ടും. ഇത് റെഡിയാക്കി മാറ്റി വെച്ച ശേഷം കുക്കായ പഴത്തിൻ്റെ തൊലിയും ഉള്ളിലെ ഫൈബേഴ്സും ആ ഒരു നാരും സീഡ്സും ഒക്കെ ഭാഗം റിമൂവ് ചെയ്തിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പോർഷൻ മാത്രം എടുക്കാം. ഇതിലേക്ക് രണ്ടാമത്തെ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് പാനിലേക്ക് മാറ്റി കുറച്ച് തിക്കാകുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇവിടെ ഫ്ലേവറിനായിട്ട് നമ്മളൊരു ഏലക്കയുടെ പോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് പൊളിച്ചിടുകയാണ് ചെയ്യുന്നത്, പൗഡറൊന്നും ആക്കുന്നില്ല. കാരണം പൊളിച്ചിട്ട് കഴിഞ്ഞാൽ അവസാനം നമുക്ക് എടുത്ത് മാറ്റാൻ എളുപ്പമുണ്ടായിരിക്കും. ആവശ്യത്തിന് തിക്നെസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇവിടെ ചേർക്കുന്നത് 1-ാം പാലാണ്. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്ത് കുറച്ച് നെയ്യും കൂടി ചേർത്തെടുക്കാം. സെർവ് ചെയ്യുന്ന സമയത്തിൽ കാഷ്യൂ പൗഡർ അല്ലെങ്കിൽ ആൽമണ്ട് പൗഡർ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്യാം. ഹോൾനട്ട്സ് കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും കൊടുക്കരുത്, ചോക്കിംഗ് റിസ്ക് ഉള്ളതാണ്. പൗഡർ രൂപത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ. അങ്ങനെ നമ്മുടെ ബേബി ഫ്രണ്ട്ലി സദ്യ റെസിപ്പി നമ്പർ 8 നേന്ത്രപ്പഴം പായസം റെഡി. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.